ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാള സിനിമ കാണാൻ തിയേറ്ററിൽ ആളില്ലെന്ന പരാതിയും പരിഭവവുമായി ഒരു സംഘം നിർമ്മാതാക്കളും വിതരണക്കാരും എത്തിയിട്ടുണ്ട്. അത് ഒരു പരിധിവരെ യാഥാർത്ഥ്യം തന്നെയാണ്. 2025 അപേക്ഷിച്ച് 2026 തുടക്കം, അതായത് ജനുവരി ഫെബ്രുവരി മാസം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ കേവലം ഒന്നോ രണ്ടോ സിനിമയ്ക്ക് മാത്രമാണ് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. തിയേറ്ററിൽ എത്തിച്ചേർന്ന മിക്കവാറും എല്ലാ സിനിമകളും പരാജയപ്പെടുന്നു എന്ന അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസം തന്നെ പരിശോധിച്ച് നോക്കിയാൽ അതിൽ നിന്ന് മനസ്സിലാകുന്നത് ഏകദേശം 20ഓളം സിനിമകൾ തിയേറ്റർ റിലീസായി എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ 3-4 സിനിമകൾ ഡയറക്റ്റ് OTT റിലീസും ഉണ്ടായിരുന്നു. ഈ സിനിമകളിൽ ആദ്യത്തെ റിലീസ് എന്ന് പറയുന്നത് ഫെബ്രുവരി 5-ന് തിയേറ്ററിലെത്തിയ ആശാൻ എന്ന സിനിമയാണ്. ഇന്ദ്രൻസ്, ജോമോൻ ജോദർ എന്നിവർ പ്രധാന താരങ്ങളാകുന്ന ആ സിനിമ തിരക്കഥ എഴുതി സംവിധാനം ചെയ്തത് ജോൺ പോൾ ജോർജാണ്. സിനിമയ്ക്ക് വളരെ മികച്ച അഭിപ്രായം, അതായത് പോസിറ്റീവ് അഭിപ്രായം തന്നെയാണ് നേടിയെടുത്തതെങ്കിലും സാമ്പത്തികമായി ഈ സിനിമയ്ക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല. നിലവിൽ കേരളം ഉൾപ്പെടെ തിയേറ്ററിൽ നിന്ന് ഈ സിനിമ ഔട്ടാവുകയും ചെയ്തു കഴിഞ്ഞു. കേരളത്തിൽ ഈ സിനിമയ്ക്ക് 1,50,00,000 രൂപയും വേൾഡ് വൈഡ് കളക്ഷനായി 2,30,00,000 രൂപയുമാണ് കളക്ട് ചെയ്യാനായിട്ടുള്ളത്. ഏകദേശം 4 കോടി റേഞ്ചിൽ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ പരാജയമായി മാറിയിരിക്കുകയാണ്. ഗോകുലം മൂവീസിന്റെ പാനൽ ഗോകുലം ഗോപാലൻ നിർമ്മിച്ച് ഡി പ്രജിത്ത് സംവിധാനം ചെയ്ത് ഫെബ്രുവരി 6-ന് തിയേറ്ററിലെത്തിയ ആശകൾ 1000 എന്ന സിനിമയും മികച്ച അഭിപ്രായമാണ് നേടിയെടുത്തിരുന്നത്. ജയറാം, കാളിദാസ് ജയറാം, ആശാ ശരത്ത്, ഷറഫുദ്ദീൻ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയ്ക്ക് ഇന്നലെ ചൊവ്വാഴ്ച വരെയുള്ള 26 ദിവസം കൊണ്ട് കേരളത്തിൽ 7,50,00,000 രൂപയാണ് കളക്ട് ചെയ്യാനായിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 11,35,00,000 റേഞ്ചിലുമാണ്. ഈ സിനിമയ്ക്ക് നിലവിൽ സാമ്പത്തിക വിജയം കൈവരിക്കാനായിട്ടില്ല. റഹ്മാൻ, ഭാവന എന്നിവർ പ്രധാന താരങ്ങളായ റിയാസ് മാരാത്ത് തിരക്കഥ സംവിധാനം ചെയ്ത അനോമി എന്ന സിനിമയും ഫെബ്രുവരി 6-ന് തിയേറ്ററിലെത്തിയിരുന്നു. ഈ സിനിമ 26 ദിവസം കൊണ്ട് കേരളത്തിൽ 3,40,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 4,30,00,000 റേഞ്ചിലുമാണ്. 6 കോടിക്ക് മുകളിൽ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമയും നിലവിൽ പരാജയം തന്നെയാണ് ഏറ്റുവാങ്ങിയിരിക്കുന്നത്. ജോമി ജോസ് തിരക്കഥ സംവിധാനം ചെയ്ത കരുതൽ എന്ന സിനിമയും ഫെബ്രുവരി 6-ന് തിയേറ്ററിലെത്തിയിരുന്നു. പ്രശാന്ത് മുരളി, ഐശ്വര്യ നന്ദൻ, കോട്ടയം രമേശ്, സുനിൽ സുഗത, സിബി തോമസ് എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ഈ സിനിമ 3,70,000 രൂപ മാത്രമാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. AK ബി കുമാർ തിരക്കഥ സംവിധാനം ചെയ്ത ഇതാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന സിനിമയാണ് 5ാമത്തെ റിലീസ്. സ്ഫടികൻ ജോർജ്, സാജു കൊടിയൻ, ദേവൻ എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ഈ സിനിമയ്ക്ക് ലിമിറ്റഡ് സ്ക്രീൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കളക്ഷനുമായി ബന്ധപ്പെട്ട യാതൊരു വിവരവും കിട്ടിയിട്ടില്ല. ഫെബ്രുവരി 6-ന് തിയേറ്ററിലെത്തിയ 6ാമത്തെ സിനിമയാണ് മദനമോഹം. രാംചന്ദ് പ്രസാദാണ് ഈ സിനിമ തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്തിട്ടുള്ളത്. സുഭാഷ് കോങ്കോർപിള്ളി, ചന്ദന അരവിന്ദ്, ഹെന്ന അഗർവാൾ എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. സിനിമയുടെ കളക്ഷൻ മറ്റ് വിവരങ്ങൾ ഒന്നും തന്നെ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ഉബൈനി തിരക്കഥ സംവിധാനം ചെയ്ത ശുക്രൻ എന്ന സിനിമയും ഫെബ്രുവരി 6-നാണ് തിയേറ്ററിലെത്തിയത്. ബിപിൻ ജോർജ്, ഷൈൻ ടോം ചാക്കോ, ചന്തുനാഥ്, കോട്ടയം നസീർ, ആസീസ് നെടുമങ്ങാട്, അശോകൻ എന്നിങ്ങനെ നല്ലൊരു താരനിരയും ഈ സിനിമയിലുണ്ടായിരുന്നു. ഈ സിനിമ ഫൈനൽ കളക്ഷനായി നേടിയെടുത്തത് 45,00,000 രൂപ മാത്രമാണ്. സെയ്നു ചാവക്കാടാണ് സംവിധാനം ചെയ്ത രഘുറാം എന്ന സിനിമയും ഫെബ്രുവരി 6-ന് തിയേറ്ററിലെത്തിയിരുന്നു. ആദേശ് ബാല, അതിശ്വ മോഹൻ, സമ്പത്ത് റാം എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ഈ സിനിമയ്ക്ക് ലിമിറ്റഡ് സ്ക്രീൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ സിനിമയുടെയും കളക്ഷൻ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ഫെബ്രുവരി 13-നും ഒട്ടനവധി മലയാള സിനിമകളാണ് തിയേറ്റർ റിലീസായി എത്തിച്ചേർന്നത്. ഡോൺ മാക്സ് തിരക്കഥ സംവിധാനം ചെയ്ത അറ്റ് വെൽക്കം ടു ദി ഡാർക്ക് സൈഡ് എന്ന മലയാള സിനിമയും അന്ന് തിയേറ്ററിലെത്തിയിരുന്നു. ഷാജു ശ്രീധർ, ആകാശ് സെൻ, നയന എൽസ എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ഈ സിനിമ 4,00,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. രതീഷ് നെടുമങ്ങാട് സംവിധാനം ചെയ്ത ഈ തനിനിറം എന്ന സിനിമ ഫെബ്രുവരി 13-ന് തിയേറ്ററിലെത്തിയ 2ാമത്തെ സിനിമയാണ്. അനൂപ് മേനോൻ, രമേഷ് പിഷാരടി, നോബി മാർക്കോസ് എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ഈ സിനിമ 12,00,000 രൂപ മാത്രമാണ് നേടിയെടുത്തിട്ടുള്ളത്. ആൻസൺ ആന്റണി സംവിധാനം ചെയ്ത ജൂനിയേഴ്സ് ജേണി എന്ന മലയാള സിനിമയും ഫെബ്രുവരി 13-ന് തിയേറ്ററിലെത്തിയിരുന്നു. വിജയരാഘവൻ, മീനാക്ഷി അനൂപ്, ശരത് ഗോപാൽ എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ഈ സിനിമ 9,00,000 രൂപ മാത്രമാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഫെബ്രുവരി 13-ലെ 4ാമത്തെ റിലീസ് ബൈജു എഴുപിന്റെ കഥാ തിരക്കഥ സംഭാഷണം സംവിധാനം അഭിനയം നിർവഹിച്ച കൂടോത്രം എന്ന സിനിമയാണ്. ഈ സിനിമ ഇന്നലെ ചൊവ്വാഴ്ച വരെയുള്ള 18 ദിവസം കൊണ്ട് കേരളത്തിൽ 45,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. രമേഷ് മകയിരം സംവിധാനം ചെയ്ത 40കളിലെ പ്രണയം എന്ന സിനിമയാണ് 5ാമത്തെ റിലീസ്. ജെറി ജോൺ, ആശാ വാസുദേവൻ, ശ്രീദേവി ഉണ്ണി എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ഈ സിനിമ കേരളത്തിൽ 3,80,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. രാജേഷ് മാധവൻ സംവിധാനം ചെയ്ത പെണ്ണും പൊറാട്ടും എന്ന സിനിമ ഫെബ്രുവരി 13-ലെ 6ാമത്തെ റിലീസാണ്. രാജേഷ് മാധവൻ, റൈന രാധാകൃഷ്ണൻ, സുഭാഷ് ചന്ദ്രൻ എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ഈ സിനിമ 18 ദിവസം കൊണ്ട് കേരളത്തിൽ 1,06,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 1,25,00,000 റേഞ്ചിലുമാണ്. സിനിമ പോസിറ്റീവ് അഭിപ്രായമാണ് നേടിയെടുത്തതെങ്കിലും ഈ സിനിമയ്ക്കും വിജയിക്കാനായില്ല. അബ്രദ് ഷൈൻ തിരക്കഥ സംവിധാനം ചെയ്ത സ്പാ എന്ന സിനിമയാണ് ഫെബ്രുവരി 13-ലെ 7ാമത്തെ മലയാള സിനിമ. സിദ്ധാർത്ഥ ഭരതൻ, ശ്രുതി മേനോൻ, രാധിക രാധാകൃഷ്ണൻ, വിനീത് തട്ടിൽ, പൂജിത മേനോൻ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ ഇന്നലെ ചൊവ്വാഴ്ച വരെയുള്ള 18 ദിവസം കൊണ്ട് കേരളത്തിൽ നേടിയെടുത്തിരിക്കുന്നത് 53,00,000 രൂപ മാത്രമാണ്. വേൾഡ് വൈഡ് കളക്ഷൻ 65,00,000 റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അരുൺലാൽ രാമേന്ദ്രൻ തിരക്കഥ സംവിധാനം ചെയ്ത സുഖമാണോ സുഖമാണ് എന്ന സിനിമ ഫെബ്രുവരി 13-ന് തിയേറ്ററിലെത്തിയിരുന്നു. മാത്യു തോമസ്, ദേവിക സഞ്ജയ്, ജഗദീഷ് എന്നിവർ അഭിനയിച്ച ഈ സിനിമയ്ക്ക് കേരളത്തിൽ 18 ദിവസം കൊണ്ട് 1,09,00,000 രൂപ നേടിയെടുക്കാനായിട്ടുണ്ട്. ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട കൃത്യമായ ഒരു അപ്ഡേറ്റ് വന്നിട്ടില്ലെങ്കിലും ഈ സിനിമയും പരാജയം തന്നെയാണ് ഏറ്റുവാങ്ങിയിരിക്കുന്നത്. കൃശാന്ത് തിരക്കഥ സംവിധാനം ചെയ്ത മസ്തിഷ്കം വേണം എന്ന സിനിമ തിയേറ്ററിലെത്തിയത് ഫെബ്രുവരി 27-നാണ്.
പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമയിൽ രജീഷ വിജയൻ, നിരഞ്ജൻ മണിയമ്പിള്ള രാജു, വിഷ്ണു അഗസ്ത്യ, ദിവ്യപ്രഭ എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ആദ്യ 5 ദിവസം കൊണ്ട് ഈ സിനിമയ്ക്ക് കേരളത്തിൽ 1,75,00,000 രൂപയാണ് നേടിയെടുക്കാനായിട്ടുള്ളത്. വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 2,25,00,000 റേഞ്ചിലുമാണ്. നിലവിലെ ഈ സിനിമയുടെ തിയേറ്റർ ബുക്കിംഗും പെർഫോമൻസും ഒക്കെ പരിശോധിക്കുമ്പോൾ സിനിമയ്ക്ക് പോസിറ്റീവ് അഭിപ്രായമാണ് കിട്ടിയെങ്കിലും സാമ്പത്തികമായി പരാജയത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ജീവ സംവിധാനം ചെയ്ത ഇനിയും എന്ന സിനിമ ഫെബ്രുവരി 25-ന് തിയേറ്ററിലെത്തിയിരുന്നു. ചിത്രത്തിൽ അഷ്കർ സൗദാൻ, കൈലാഷ്, അംബിക മോഹൻ എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ഈ സിനിമ 15 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. രാജൻ ശ്രീധരൻ സംവിധാനം ചെയ്ത എൻ്റെ ജീവിത നൊമ്പരം എന്ന സിനിമയും ഫെബ്രുവരി 27-ന് തിയേറ്ററിലെത്തിയിരുന്നു. മധു, പ്രിയങ്ക ചന്ദ്രൻ, വിഷ്ണു കാർത്തിക് എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ലിമിറ്റഡ് സ്ക്രീൻ ഉണ്ടായിരുന്ന ഈ സിനിമയുടെ കളക്ഷൻ വിവരങ്ങൾ കിട്ടിയിട്ടില്ല. ജോർജ് വർഗീസ് സംവിധാനം ചെയ്ത ICU എന്ന സിനിമയും ഫെബ്രുവരി 27-ന് തിയേറ്ററിലെത്തിയിരുന്നു. ബിപിൻ ജോർജ്, മുരളി ഗോപി, മീര വാസുദേവ്, ബാബുരാജ് എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ഈ സിനിമ 12 ലക്ഷം രൂപ കേരളത്തിൽ കളക്ട് ചെയ്തിട്ടുണ്ട്. ഷൈജു പാറത്തടത്തിൽ സംവിധാനം ചെയ്ത ട്രിപ്പിൾ കെ മൂന്ന് രാജ എന്ന സിനിമ ഫെബ്രുവരി 27-ന് തിയേറ്ററിലെത്തിയിരുന്നു. മുൻ MLA-യും രാഷ്ട്രീയ നേതാവുമായ PC ജോർജ്, സംവിധായകൻ ഷൈജു പാറത്തടത്തിൽ എന്നിവർ അഭിനയിച്ച ഈ സിനിമയ്ക്ക് പരാജയമാണ് സംഭവിച്ചത്. ഗിന്നസ് ബക്കൂർ നായകനായി മഞ്ജുനാഥ് സംവിധാനം ചെയ്ത പ്രിയപുത്രൻ എന്ന സിനിമയും ഫെബ്രുവരി 27-ന് തിയേറ്ററിലെത്തിയിരുന്നു. തിയേറ്റർ റിലീസ് പ്രഖ്യാപിച്ച സിനിമയാണെങ്കിലും ഈ സിനിമയുടെ കളക്ഷനുമായി ബന്ധപ്പെട്ടോ മറ്റു വിവരങ്ങളോ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. മനോരമ മാക്സ് വഴി ഡയറക്റ്റ് OTT റിലീസ് ചെയ്ത മലയാള സിനിമയാണ് 2BHK. സുദീപ് ES സംവിധാനം ചെയ്ത സിനിമയിൽ വൈഷ്ണവി കല്യാണി, ശേഖർ നാരായൺ, നവീൻ പാലക്കാട് എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. മനോരമ മാക്സ് വഴി ഡയറക്റ്റ് OTT റിലീസ് പൂർത്തിയാക്കിയ സിനിമയാണ് പ്യൂപ്പ. ടോണി സുകുമാർ സംവിധാനം ചെയ്ത സിനിമയിൽ ജീവേഷ് വർഗീസ്, പ്രമോദ് പടിയത്ത്, ദീപ സജി എന്നിങ്ങനെയായിരുന്നു അഭിനേതാക്കൾ. സുരേഷ് ഇരിങ്ങല്ലൂർ സംവിധാനം ചെയ്ത മൂത്താശാരി എന്ന സിനിമയും ഡയറക്റ്റ് OTT റിലീസായിരുന്നു. ഡോക്ടർ വേണുഗോപാൽ, മട്ടന്നൂർ ശങ്കരൻകുട്ടി എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ഷിജിത്ത് കല്യാടൻ സംവിധാനം ചെയ്ത ദി ലേറ്റ് കുഞ്ഞാപ്പ എന്ന സിനിമയും ഡയറക്റ്റ് OTT റിലീസായിരുന്നു. രാമകൃഷ്ണൻ പഴശ്ശി, ശശിധരൻ മട്ടന്നൂർ എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ഫെബ്രുവരി മാസത്തിൽ ആകെയുള്ളത് 28 ദിവസമാണ്. ഈ 28 ദിവസങ്ങൾക്കിടയിൽ 20 മലയാള സിനിമകളാണ് തിയേറ്റർ റിലീസായി എത്തിച്ചേർന്നത്. ഈ 20 സിനിമകളിൽ ഒരു സിനിമകൾ മരുന്നിന് പോലും വിജയിച്ചില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വിതരണക്കാരും നിർമ്മാതാക്കളുമൊക്കെ ഇത് പറയുമ്പോൾ മുഖവിലേക്ക് എടുക്കേണ്ടതുണ്ട്. കാരണം മലയാള സിനിമ വളരെയധികം പ്രതിസന്ധിയിലാകുന്നു എന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. എന്തായാലും ഈ സിനിമകളെ കുറിച്ച് വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.